യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യം. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും എന്ന വാക്ക് ശ്രദ്ധിക്കണം. ഒരു തവണയല്ല, പല ആവർത്തി യേശുക്രിസ്തുവിനെ ബന്ധിക്കാനുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ചില ദൈവിക രഹസ്യങ്ങളാണിത്. സ്നേഹമുള്ള ഒരു നന്മയെ എപ്പോഴും വേട്ടയാടാൻ തിന്മയുടെ സ്വാധീനങ്ങൾ പിന്നാലെ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. ദൈവപുത്രന്റെ പിന്നാലെ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ പിന്നാലെ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ദൈവപുത്രന്റെ പിന്നാലെ അവർ വിടാതെ ആക്രമിക്കുകയാണ്. അവനെ ഇല്ലാതാക്കണം. യേശുക്രിസ്തു അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. സ്നേഹമുള്ള ഒരു ദൈവ പൈതലിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. തിന്മയ്ക്കുമേൽ വിജയമെടുക്കാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും എന്നതിൻ്റെ വചനധൈര്യമാണ് തരുന്നത്. ഈ വചനം ആവർത്തിച്ച് നമ്മുടെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് ഇതൊരു ബലമായി കരുതണം. അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. സ്നേഹമുള്ളവർ, നമ്മളെ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന സകല ശത്രുവിൻ്റെ കെട്ടുകളെയും അഴിക്കാനുള്ള ശക്തിയുടെ മേൽ നമ്മൾ വിജയമെടുക്കണം. അതിന്മേൽ വിജയമെടുത്ത് മുൻപോട്ട് യാത്ര ചെയ്യണം. അവൻ അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്കും രക്ഷപ്പെടാനുള്ള വഴി കൊണ്ടുണ്ട്. നമ്മൾ തിന്മയുടെ മേൽ വിജയമെടുക്കണം. നമ്മൾ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയാൽ ആ തിന്മ നമ്മളെ വേട്ടയാടും. നമ്മൾ അതിൻ്റെ അടിമയായി മാറും. ചിലപ്പോൾ ചില തിന്മയുടെ സ്വാധീനങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം, ചില കൂട്ടുകെട്ടുകളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, തിന്മ എന്നെ വേട്ടയാടുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കയറുന്ന എല്ലാ വാതിലുകളും അടയ്ക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി സ്നേഹമുള്ളവരെ നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസം എല്ലാ തിന്മയുടെ കൂട്ടുകെട്ടുകളെ ഞാൻ റദ്ദ് ചെയ്യും എന്നുള്ള തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.